അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇതിനേക്കാൾ വലിയൊരു തിരിച്ചടി കിട്ടാനില്ല. ലോകം മുഴുവൻ ഇറക്കുമതി തീരുവ ഒരു ആയുധമാക്കി, രാഷ്ട്രീയ ആയുധമാക്കി വലിയ രീതിയിലുള്ള ഒരു ഹുങ്കാരം പുറപ്പെടുവിച്ചുകൊണ്ടാണ് ട്രംപ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ട്രംപിന് ഭൂരിപക്ഷ പിന്തുണയുള്ള സുപ്രീം കോടതി തന്നെ ട്രംപിന് നല്ല തലയ്ക്കടി കൊടുത്തിരിക്കുകയാണ്. അവിടെ 6 പേര് കൺസർവേറ്റീവ് ആണ് ജഡ്ജിമാർ. 9 അംഗ ബെഞ്ചിൽ 3 പേര് മാത്രമാണ് ട്രംപ് വിരുദ്ധർ എന്ന് പറയാനും ഉള്ളൂ. പക്ഷേ അവിടുത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് റോബർട്ട്സ് അടക്കം 3 പേർ ഈ കൺസർവേറ്റീവ് പക്ഷത്തു നിന്നും മാറി അവര് 6 പേര് ഈ ട്രംപിനെതിരെയുള്ള ശക്തമായ വിധിക്ക് കാരണമായി 9 പേരിൽ 6 പേര് ട്രംപിനെതിരെയും 3 പേരാണ് ട്രംപിന്റെ നിലപാടിനോട് യോജിച്ചത്. എന്തായാലും സുപ്രീം കോടതി വിധിയോടെ ട്രംപ് വല്ലാതെ ക്ഷുഭിതനാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെ വിധിച്ച ജഡ്ജിമാർക്ക് രാജ്യസ്നേഹമില്ല, അവര് തനിക്കെതിരെ ചെയ്തിരിക്കുന്നത് യാതൊരു തരത്തിലും കാര്യങ്ങൾ ചെയ്യാൻ അവർക്കെതിരെ വലിയ രീതിയിൽ ക്ഷുഭിതനായിട്ടാണ് അദ്ദേഹം പ്രതികരിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം കൂടി ചെയ്തു. അദ്ദേഹത്തിന്റെ പ്രസിഡന്റിന്റെ അധികാരം ഉപയോഗിച്ച് ആഗോളതലത്തിൽ 10% നികുതി എല്ലാവർക്കും ചുമത്തി. ഒരു കാര്യം എടുക്കുമ്പോൾ SKN ഏതാണ്ട് $130 ബില്യൺ ഇറക്കുമതി തീരുവയാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നായി, ഇന്ത്യ അടക്കം രാജ്യങ്ങളിൽ നിന്നായി അമേരിക്ക പിരിച്ചിട്ടുള്ളത്. 130 ബില്യൺ എന്ന് പറയുമ്പോൾ അത് വലിയൊരു തുകയാണ്. അപ്പോൾ അത് 13,000 കോടി ഡോളർ വരും. ഇൻറ്റു 90 വെച്ച് നോക്കിയാൽ ഏതാണ്ട് 13.5 ലക്ഷം കോടി ഇപ്പം തന്നെ പിരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത് ഇനി എന്ത് ചെയ്യണമെന്ന് കോടതി പറഞ്ഞിട്ടില്ല. അത് തിരിച്ചു കൊടുക്കേണ്ടതാണ്, എല്ലാ രാജ്യങ്ങളിലേക്കും തിരിച്ചു കൊടുക്കേണ്ടതാണ്. പക്ഷെ അതിനെ നേരിടാനായിരിക്കും അഡീഷണൽ ഒരു 10% പ്രസിഡന്റിന്റെ അധികാരത്തിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും ഈ നികുതി പ്രഖ്യാപനത്തിന് തിരിച്ചടി നേരിട്ടതോടെ ഇറാനിൽ പരിമിതമായ സൈനിക ആക്രമണം വേണ്ടിവരുമെന്ന് ട്രംപ് പറഞ്ഞിരിക്കുക. കാരണം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിന് ഇനി അകത്ത് കിട്ടിയ അടിയെ തിരിച്ചടിക്കാനുള്ള ഏക വഴി പുറത്തേക്ക് പോയി ഒരു യുദ്ധം നടത്തുകയാണ്. അതിന് ഏറ്റവും ഇപ്പോൾ വളക്കൂറുള്ള മണ്ണായിട്ട് കാണുന്നത് ഇറാനെയാണ്. പക്ഷെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. ഇറാന്റെ പിന്നിൽ ചൈനയുണ്ട്, റഷ്യയുണ്ട്, അവിടുത്തെ അറബ് രാജ്യങ്ങളൊന്നും ഇറാനെ ആക്രമിക്കുന്നതിന് അനുകൂലമല്ല. പക്ഷെ ട്രംപ് ഇതൊന്നും പലപ്പോഴും നോക്കാറില്ല. അതുകൊണ്ട് ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. പക്ഷെ അതിനെ തിരിച്ചടിക്കാൻ ഇറാൻ സേന സജ്ജമാണെന്ന് പറയുന്നു. ആയത്തുള്ള ഖമനായി അടക്കം പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ബങ്കറിലും ഒളിവിലുമാണ്. കാരണം നേതാക്കളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള പരിമിതമായ അടിയെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇസ്രായേല് ഇറാനുമായിട്ട് 12 ദിവസം ഏറ്റുമുട്ടിയപ്പോൾ പ്രധാനപ്പെട്ട സൈന്യാധിപന്മാരെയും അതുപോലെ തന്നെ ആണവശാസ്ത്രജ്ഞരുമാണ് കൊലപ്പെടുത്തിയത്. ആ രീതിയിലുള്ള ഒരു മൊസാദ് വർക്ക് ഈ ഇറാന്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ അടക്കം കാര്യങ്ങളുള്ളതുകൊണ്ട് ആയത്തുള്ള ഖമനി അടക്കമുള്ളവരൊക്കെ ഒളിവിൽ പോയി